ഹായ് ഗൈസ്, എൻ്റെ കയ്യിൽ കുറച്ച് സ്ട്രോബെറി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് കഴിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് കുറച്ച് ഐസ്ക്രീം ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി ഇവിടെ താഴത്തെ കടയിൽ വന്നപ്പോൾ ഐസ്ക്രീമിൽ ഗൈസ് പോയി അവിടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇല്ലാണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുൽഫി ഇത് കുൽഫി നമുക്ക് ബട്ടർ സ്കോച്ച് കുൽഫി ഇട്ട് ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് വിത്ത് ബട്ടർ സ്കോച്ച് കുൽഫി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ബട്ടർ സ്കോച്ച് കുൽഫിയോട് ഇപ്പം ഉണ്ടാക്കി നമുക്ക് ഫ്രഷ് സ്ട്രോബെറി ഉണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ കയ്യിൽ നല്ല പാലുണ്ട്, പാൽ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ സ്ട്രോബെറിയിൽ ഇതിന്റെ ഇലയെല്ലാം കളഞ്ഞ് നമുക്ക് നല്ല സ്ട്രോബെറി മാത്രമാക്കി ക്ലീനാക്കി എടുക്കാം. നല്ല വലിയ സ്ട്രോബെറി ആകാൻ കണ്ടോ, കൊടുത്തത് ഇങ്ങനെ പറ്റില്ല, നല്ല ടേസ്റ്റാണ്. ഫ്രഷ് സ്ട്രോബെറി നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒരു ബ്ലെൻഡറിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ബസ് പഞ്ചസാരയുടെ നമ്മൾ സംബന്ധിക്കില്ല, അൺഹെൽത്തിയാണ്. അതുകൊണ്ട് ഞാൻ കള്ളത്തിന് കളിച്ചിരുമോ എന്ന് പേടിച്ച് എന്റെ അമ്മ പഞ്ചസാരയുടെ ബോട്ടിൽ എടുത്ത് ഷുഗർ ബോട്ടിൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. അപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ളത് ഹണി. നമുക്ക് കുറച്ച് മധുരത്തിന് വേണ്ടി അതില്ലെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ച് ഹണി ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചേർക്കില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലെൻഡർ, ഗൈസ്. നമുക്ക് ഇതിലോട്ട് എല്ലാം അറിയാം. നമ്മുടെ കുൽഫി നമ്മൾ പൊട്ടിച്ച് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നു. കൈ കഴുകിട്ടല്ലേ ഇനി കൈ വരാം ഗൈസ്. ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ കൈ എന്നു പോലെ. അപ്പം അടുത്ത രണ്ടാമത്തെ രണ്ട് കുട്ടി നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ കുട്ടി നമ്മൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ രണ്ട് കുട്ടി എടുത്തു. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്ട്രോബെറി. നമ്മൾ ഒരു വീണ്ടും ഇട്ടുകൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാൽ പൊട്ടിച്ചതിന്റെ പുറം നമ്മൾ ഫസ്റ്റ് കഴുകണം. മനസ്സിലായി? അവർ പറയാം അവിടെ എവിടെ ഇരുന്ന് നമുക്ക് അറിയില്ലല്ലോ. അതിന് പുറം ദിവസം കഴുകിയിട്ട് ഗൈസ്, ഞാൻ ഇതിനെ നമ്മുടെ പാലിനെ പാത്രത്തോട് മാറ്റി. ഇനി നമുക്ക് ഇതിലോട്ട് മുക്കി പാൽ ഒഴിക്കാം. എണ്ണയെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് വരാം ഗൈസ്. നമ്മുടെ സ്ട്രോബെറി ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിലൊരു പാത്രത്തോട് മാറ്റാം. നമുക്ക് ടേസ്റ്റ് എങ്ങനെ നൈസ് ഗൈസ്. മധുരം കുറച്ച് കുറവാണ്. എന്ത് ചെയ്യാൻ പഞ്ചസാര നമ്മൾക്ക് മാറ്റി വെച്ചു. ഉണ്ടോ നല്ല തിക്കായിട്ട് വന്നു. നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ കുറച്ച് ഷുഗർ ഹെൽത്തി ആയിട്ട് നമുക്ക് കുറച്ച് ഹണി ചേർക്കാം. ഞാൻ കുറച്ച് ഹെൽത്തി വേണ്ടി ഹണിയാണ് ആഡ് ചെയ്യുന്നത്. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഗൈസ്. ഈ ഹണി ഒന്ന് ആഡ് ചെയ്തിട്ട് പാലിരിക്കുന്നതിനെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നത് ബ്ലെൻഡറിലിട്ട് എന്നിട്ട് ഞാൻ ഒരിക്കലും കുടിക്കുന്നു. ഇത്രയാണ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. സോറി ഗൈസ്, സ്ട്രോബെറി വിത്ത് കുൽഫി ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്ക് റെഡി ആയിരിക്കും. റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.